പൊതുജനങ്ങൾക്ക് അടിയന്തര സഹായം ആവശ്യമാകുമ്പോൾ വിളിക്കാൻ പോലീസിന്റെ 112 നമ്പറുണ്ട്. എന്നാൽ ദുരിതം പേറുന്ന കേരള പോലീസിന്റെ രക്ഷയ്ക്ക് വിളിക്കേണ്ട നമ്പർ അറിഞ്ഞാൽ വാഴക്കാട് പോലീസ് സ്റ്റേഷൻ അധികൃതർക്ക് കൈമാറാമായിരുന്നു. ദുരിതത്തിലായ വാഴക്കാട് പോലീസിന്റെ മോചനത്തിനായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഭൂമി വിട്ടു നൽകിയിട്ടും ഇതേവരെ കെട്ടിടം നിർമ്മിച്ചിട്ടില്ല. ചോർന്നൊലിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ദുരിതം പേറി ജീവിക്കുകയാണ് വാഴക്കാട്ടെ പോലീസുകാർ. 1982 വാടക കെട്ടിടത്തിൽ സ്ഥാപിതമായ വാഴക്കാട് പോലീസ് സ്റ്റേഷൻ ഇന്നും ദുരിതക്കയത്തിൽ നീങ്ങുകയാണ്. വാഴക്കാട് അങ്ങാടിയിലെ വാടക വീട്ടിൽ നിന്ന് 2010 വാഴക്കാട് മുൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറിയെങ്കിലും ഇന്നും പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ തന്നെയാണ്. 2010 സൗകര്യമില്ലെന്ന കാരണത്താൽ ഗ്രാമപഞ്ചായത്ത് ഒഴിവാക്കിയ കെട്ടിടമാണ് ഇന്നും വാഴക്കാട് പോലീസ് ഉപയോഗിക്കുന്നത്. ചോർന്നൊലിക്കുന്ന പോലീസ് സ്റ്റേഷനെ കുറിച്ച് നേരത്തെയും ന്യൂസ് 10 ചാനൽ വാർത്തയാക്കിയിരുന്നു. പരിഹാരം കാണാൻ അധികൃതർക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല. 48ഓളം പോലീസുകാർ ഡ്യൂട്ടി എടുക്കുന്ന ഇവിടെ ഇൻസ്പെക്ടർക്ക് മാത്രമാണ് പൊട്ടിപ്പൊളിഞ്ഞതെങ്കിലും ചെറിയ ഒരു റൂമുള്ളത്. പിന്നീടുള്ള SI-മാർക്കോ ASI-മാർക്കോ പോലീസുകാർക്കോ കൃത്യമായി ഇരിക്കാനുള്ള ഇരിപ്പിടം പോലും ഇവിടെയില്ല. കനത്ത മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന സ്റ്റേഷനുള്ളിൽ പോലീസുകാർ കുട നിവർത്തേണ്ട അവസ്ഥയാണുള്ളത്. ഫയലുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളടക്കം ചോർന്നൊലിക്കുന്നുണ്ട്. ടോയ്ലറ്റ് കുറ്റവാളികൾ പോലും കയറാൻ മടിക്കുന്ന അവസ്ഥയിലാണുള്ളത്. പരാതി പറയാനെത്തുന്നവരുടെ തലയിൽ കോൺക്രീറ്റ് കട്ടകൾ അടർന്നു വീഴുന്ന അവസ്ഥയാണുള്ളത്. സ്റ്റേഷനുള്ളിലും ഹെൽമെറ്റ് നിർബന്ധമാക്കേണ്ടി വരും. പലപ്പോഴായി സിമന്റ് കട്ടകൾ അടർന്നു വീഴുന്ന അവസ്ഥയും ഇവിടെയുണ്ട്. നാടിന് കാവലായി 24 മണിക്കൂറും ഡ്യൂട്ടി എടുക്കേണ്ട ഒരു ഓഫീസിന്റെ അവസ്ഥയാണിത്. ദുരിതാവസ്ഥയിലായ വാഴക്കാട് പോലീസുകാർക്കായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് 13 സെന്റ് സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് വാഴക്കാട്ടെ പോലീസുകാർ. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടും സ്വന്തം വകുപ്പിന് കീഴിലുള്ള പോലീസുകാരുടെ ദുരിതം മാറ്റാൻ ഇതേവരെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല. പോലീസ് സ്റ്റേഷൻ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്ന് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൌഷാദ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ പഞ്ചായത്ത് കൈമാറിയിട്ടുള്ള സ്ഥലത്താണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നത്. ഈ നിലവിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്ന കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. ഏകദേശം 40-ൽ പരം പോലീസ് ഓഫീസർമാർ അവിടെയുണ്ട്. ഈ പോലീസ് ഓഫീസർമാർക്ക് നിന്ന് തിരിയാൻ പോലും സൗകര്യമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് അവിടെ ഉള്ളത്. ഒരു പരാതി നൽകുന്നതിന് വേണ്ടി വന്നാൽ ഇപ്പോൾ സ്വാഭാവികമായും 2 പാർട്ടിക്കാരെ വിളിച്ചിട്ട് ആ പരാതി സംബന്ധമായി ഒരു ചർച്ച നടത്താനുള്ള സൗകര്യം പോലും വാഴക്കാട് പോലീസ് സ്റ്റേഷനിലില്ല എന്ന് മാത്രമല്ല, അവിടെ നിലവിലിപ്പം 3-4 SI-മാരുണ്ട്, അതുപോലെ തന്നെ CI ഉണ്ട്, അനുബന്ധമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെട്ട സ്റ്റാഫുകൾ വേറെ ഉണ്ട്. ഇവർക്കാർക്കും തന്നെ സൗകര്യപ്രദമായ അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയാണ് ഇന്ന് വാഴക്കാട് പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇതിന് പരിഹാരം എന്നുള്ള നിലക്കാണ് അവിടെ പിറകിൽ അത്യാവശ്യം സൗകര്യമുണ്ട്. അപ്പോൾ ആ സ്ഥലം കൂടി, പിറകു വശത്തെ സ്ഥലം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2-3 നിലയിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ അവിടെ സാധ്യമാകും. എന്നാൽ ദൗർഭാഗ്യവശാൽ നാളിതുവരെ ഇതിൻ്റെ അനുബന്ധമായ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുബന്ധമായ പേപ്പറുകളെല്ലാം മേലുദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സോഫാർ ഒരു നടപടിയും ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവിടെ വരുന്ന പരാതിക്കാർ പ്രയാസപ്പെടുന്നു, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രയാസപ്പെടുന്നു. എന്തെങ്കിലും മീഡിയേഷൻ്റെ ഭാഗമായി ഏതെങ്കിലും കക്ഷികൾ വിളിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രയാസപ്പെടുന്നു. നാട്ടിലേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ അവിടെ സ്ഥലപരിമിതി മൂലം സാധ്യമല്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ അവിടെ പിടികൂടുന്ന ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് പിടികൂടപ്പെടുന്ന വാഹനങ്ങൾ നിർത്താൻ പോലും സ്ഥലമില്ലാത്ത അത്രയും ബലാരിഷ്ടതകൾ അനുഭവിച്ചു വരുന്ന ഈ പോലീസ് സ്റ്റേഷന് വളരെ അടിയന്തരമായി ഈ പുതിയ കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. യാതൊരുവിധ ഒരു അലസതയും കൂടാതെ, അലംഭാവവും കൂടാതെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ഗൗരവത്തിലെടുത്ത് അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മുന്നോട്ട് വരണമെന്ന് മാത്രമല്ല, ആ കാലയളവ് വരെ ഇവിടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ സൗകര്യപ്രദമായ സ്ഥലം വാടകയ്ക്ക് നൽകുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് അതിന് സന്നദ്ധരാണ്. പോലീസ് സ്റ്റേഷൻ മാറണമെങ്കിൽ മാറാൻ ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് മുന്നിൽ നിൽക്കും. അധികാരികൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പരാതി പറയാനെത്തുന്നവർക്ക് ഇരിക്കാനോ പരാതി എഴുതാനോ വിശ്രമ മുറിയോ സ്റ്റേഷൻ SIക്ക് പോലും വിശാലമായ രീതിയിൽ ഇരിക്കാൻ ഇവിടെ സീറ്റുമില്ല.
നാടിൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ട പോലീസുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ആരും മുന്നിട്ടിറങ്ങുന്നില്ലെന്നുള്ളതാണ് വസ്തുത. നാടിന് കാവൽ ആകുന്നവരെ സഹായിക്കാൻ ഇനി നാട്ടുകാർ പിരിവിനിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.